ഹായ് ഗൈസ്, എൻ്റെ പേര് അഡോൺ. നെക്സ്റ്റ് ഉണ്ടെന്ന് കൂടെ. സോ ഇന്നത്തെ ഞങ്ങളുടെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓറിയൻറ്റേഷൻ ഡേ ആണ്. പുതിയ പിള്ളേർ കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളിവിടെ വന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് 4 മാസമല്ലേ? 4 മാസമായി. അങ്ങനെയൊക്കെ ഓരോ പുതിയ ഇൻടേക്കിൽ ഇപ്പോൾ എത്ര പിള്ളേരുണ്ട്? 200 സംതിങ് ഉണ്ടെന്ന് പറഞ്ഞ. നമ്മൾക്ക് എന്തോ 6 കോഴ്സുണ്ട്. പക്ഷെ എല്ലാം കൂടി കൂട്ടി ഒരു 200 സംതിങ് സ്റ്റുഡൻസും ഉണ്ട് ഇപ്പോൾ ഓൾറെഡി. പിന്നെ നമ്മുടെ കോളേജിൽ പുതിയതായിട്ട് 3-4 കോഴ്സും തുടങ്ങി. അതെ, 2 കോഴ്സ്. ഒരെണ്ണം മൾട്ടിമീഡിയ ലാംഗ്വേജും മൾട്ടിമീഡിയ, പിന്നെ ഉള്ളത് ഗ്ലോബൽ ബിസിനസ് മാനേജ്മെൻറ്റ്. കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഏതാണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. ഇപ്പം നെക്സ്റ്റോ എല്ലാവർക്കും ക്ലാസ് ഇൻകോണ അടുത്ത ആഴ്ചയും തുടങ്ങും. അങ്ങനെ ഇപ്പം നിങ്ങൾ ഇവിടുന്ന് നമ്മുടെ റെസിഡൻസിയിൽ നിന്ന് നിങ്ങൾ ഇവിടുന്ന് മൂവ് ചെയ്തല്ലേ? 4 മാസം റെസിഡൻസിലായിരുന്നു. നമ്മൾ ഷിഫ്റ്റ് ചെയ്തു പുതിയ സ്ഥലത്തേക്ക്. ലൈസി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. ഇവിടെ നിന്ന് 20 മിനിറ്റ്സ് ഉണ്ട്. ഇങ്ങനെ കാര്യം വെച്ചാൽ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ അവരുടെ കോളേജ് റെസിഡൻസിനെ പറ്റി കാണിച്ചായിരുന്നു. അപ്പം അവിടെ രണ്ട് കൂടി ഇപ്പം നമ്മളിവിടെ നിന്ന് മാറി വേറെ അടുത്ത സ്ഥലത്തോട്ട് പോയി. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ 4 മാസം പെട്ടെന്ന് പോയി. ഞങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററും കഴിഞ്ഞ് എല്ലാം നല്ലോണം പോയി. വലിയ കുഴപ്പമുണ്ടായില്ല. അടിപൊളിയായിട്ട് പോയി. പിന്നെ ഞങ്ങളിന്ന് വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നപ്പോൾ കുറേ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യ തൊട്ട് സൗത്ത് ഇന്ത്യ വരെയുള്ള കുറേ സ്റ്റുഡൻസിനെ കണ്ടു. കൂടുതൽ പഠിക്കാൻ വന്നു. ഇപ്പം നമ്മൾ മലയാളികളാണ്, കേരളത്തിൽ നിന്നാണ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നമ്മളോട് പറഞ്ഞ് നിങ്ങൾക്ക് അടിപൊളി സിനിമ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് അടിപൊളി കുറേ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്, കുറേ അടിപൊളി പടമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ചുമ്മാ ഒന്ന് പറയാമെന്ന് ഓർത്ത്. കാര്യം വെച്ചാൽ നമുക്കിപ്പം മലയാളത്തിൽ കുറേ അടിപൊളി സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലേ? കുറേ ഇറങ്ങിയിട്ടുണ്ട്. കാര്യം വെച്ചാൽ ഇപ്പോൾ ഇവിടെ നിന്ന് മറ്റേ ആന്ധ്രാപ്രദേശ് പിന്നെ മഹാരാഷ്ട്ര അവിടെ നിന്നുള്ള 2 പേര് പറഞ്ഞു അവർ ഭ്രമയോഗം കണ്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു പറഞ്ഞു. പിന്നെ ആവശ്യത്തെ പറ്റി തമിഴ്നാട്ടിൽ നിന്ന് കുറേ പേര് പറഞ്ഞു. ആവശ്യം പിന്നെ മഞ്ഞുമൽ ബോയ്സ് നിങ്ങൾക്കറിയാലോ, എല്ലാവരും അതിനെപ്പറ്റി ഭയങ്കര അടിപൊളിയെന്ന് പറഞ്ഞു. അങ്ങനെ മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടുകാരെ വന്നിട്ട് മഞ്ഞുമൽ ബോയ്സ് അങ്ങനെയൊക്കെ പറഞ്ഞു. നല്ല എന്ന് പറഞ്ഞായിരുന്നു. നല്ല പടം, കുഴപ്പമില്ല. പിന്നെ പ്രേമലു പിന്നെ കുറേ പേര് പറഞ്ഞു നല്ല ഫീൽ ഗുഡ് മൂവി ആയിരുന്നു. അതെ, തമാശയുണ്ട്, ബോറടിയില്ല. നമ്മുടെ അടുത്ത് കുറച്ച് തിയേറ്ററുണ്ട്. നമ്മൾ വന്നിട്ട് ഞങ്ങൾ 2 പടത്തിന് പോയി. മഞ്ഞുമൽ ബോയ്സും കാണാൻ പോയി. പിന്നെ ആടുജീവിതം ഞാൻ പോയില്ല, എനിക്ക് പോകാൻ പറ്റിയില്ല. നമ്മുടെ കൂടെ ഡൽഹിയിൽ താമസിക്കുന്ന പെൺകുച്ച നമ്മളോട് പറഞ്ഞത് ആടുജീവിതം കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അവരുടെ റൂംമേറ്റ് ഒരു മലയാളി ഉണ്ട്. ആടുജീവിതം കാനഡയിലൊന്നും എല്ലാവരും അത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എമോഷണലായിട്ട് പറഞ്ഞ ഭയങ്കര കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ആ ഒരു സ്റ്റുഡൻസ് ആയാലും നമ്മൾ ആ ഒരു രീതിയിലൊക്കെ ഫുൾ കഷ്ടപ്പാട് എല്ലാം കഴിഞ്ഞ് നല്ലൊരു ലൈഫിലെത്തി. അങ്ങനെ നല്ലതായിരുന്നു. കുഴപ്പമില്ല. അങ്ങനെയൊക്കെ. പിന്നെ അടുത്ത ആഴ്ച നമ്മുടെ ക്ലാസ് തുടങ്ങും. അതെ, ഞങ്ങൾ സെം ബ്രേക്ക് കഴിഞ്ഞു. 2 വീക്സ് ആയിരുന്നു. ഇനി 6th ക്ലാസ് തുടങ്ങും. അപ്പോൾ പുതിയ സ്റ്റുഡൻസിനെല്ലാം മോസ്റ്റ് വെൽക്കം. എല്ലാവർക്കും ഇനി വരെ പോണ എല്ലാ സ്റ്റുഡൻസിനും വെൽക്കം. കാനഡ എപ്പോഴും ബെസ്റ്റ് ചോയ്സ്, ബെസ്റ്റ് ഓപ്ഷൻ. ചില സമയത്ത് റൂൾസ് മാത്രമേ ഉള്ളൂ, ലൈക്ക് ടെമ്പററിയാണ്. സോ അതോർത്തൊന്നും വിഷമിക്കുക, ടെൻഷൻ അടിക്കുക വേണ്ട. നല്ല ലൈഫാണ് നമുക്ക് സ്റ്റുഡൻസിന് പറ്റിയ നല്ല ലൈഫ് ഇവിടെ. ഇപ്പം ഗവൺമെൻറ് 20 മണിക്കൂറാക്കി ജോലി ചെയ്യാന്ന്. May 1 മുതൽ കുറച്ച് 4 മാസത്തേക്കാണ്. ഇതുപോലെ ഓഗസ്റ്റിൽ കഴിയും. സെപ്റ്റംബർ മുതൽ അവർ 24 hours ആക്കുക. പിന്നെ സെപ്റ്റംബർ ടു ഡിസംബർ നമുക്ക് സെം ബ്രേക്ക് 4 മാസത്തേക്ക്. സോ ഫുൾ ജോലി ചെയ്യാം, കുഴപ്പമില്ല. 20 മണിക്കൂറാക്കി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളല്ലേ? അതെ, ജോലി കിട്ടി വന്നോളൂ. അപ്പോഴത്തേക്കും 20 hours ആക്കി. പക്ഷേ കുഴപ്പമില്ല, 20 hours ആയാലും നമുക്ക് ലൈക്ക് ഡെയിലി എക്സ്പെൻസസ് എല്ലാം മീറ്റ് ചെയ്യാം. പിന്നെ ഫീസും ഇല്ല. ഫീസ് നമ്മൾ അടിച്ചിട്ടാണ് വരുന്നത്. ആ ഒരു ടെൻഷനില്ല.
റെൻറ്റും മീറ്റ് ചെയ്യാം. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോളം റെൻറ്റും മീറ്റ് ചെയ്യാം. നമുക്ക് കിട്ടണ സാലറി നമുക്ക് ജീവിച്ചു പോകാം. ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യം. സേവ് ചെയ്യാൻ പറ്റത്തില്ല, ജസ്റ്റ് ജീവിച്ചോ. സേവിങ് ഇല്ല, ജസ്റ്റ് ജീവിച്ചോ. സേവ് 20 വർഷം കൊണ്ട് നമുക്ക് സേവ് ചെയ്യാനൊക്കെ പറ്റും. അത് അത്രയും എക്സ്ട്രീം ലെവലിൽ ചിന്തിച്ച് സേവ് ചെയ്യണം. ഇതിപ്പോൾ ഇന്ന് ഒരു ക്ലാസ് ഉണ്ടായി ഫയർ ആൻഡ് സേഫ്റ്റി. അതിൻ്റെ ഒരു ചെറിയ പോലീസ് അതിൻ്റെ ഒരു ചെറിയ എന്താ പറയുക, ഒരു പസിൽ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കാൻ തന്നെ. അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത ദിവസം ഒരു ഫ്രഷേഴ്സ് പാർട്ടി ഉണ്ട്. ഫ്രഷേഴ്സ് പാർട്ടി അത് നാളെയാണ്. നാളെ പറ്റുമെങ്കിൽ ഞങ്ങൾ വീഡിയോ ഇടാൻ നോക്കാം. ഞങ്ങൾ ഫ്രഷേഴ്സ് പാർട്ടി ഫസ്റ്റാണ്. ഞങ്ങൾ കോളേജിൽ ഇപ്പോൾ ഒട്ടാവയിൽ ഫസ്റ്റ് ഫ്രഷേഴ്സ് പാർട്ടിയാണ്, ലാംപ്ടൺ ഒട്ടാവയിൽ. സോ നാളെ പറ്റുമെങ്കിൽ വീഡിയോ ഇടാൻ നോക്കാം. ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് പറയാം. അടിപൊളിയായിരിക്കും. ഓക്കെ